ഇന്നത്തെ റെസിപ്പി ഒരു പുളിങ്കറിയാണ്. ഇത് എൻ്റെ വീട്ടിൽ പുളിങ്കറി എന്നാണ് പറയണത്. എൻ്റെ അച്ഛൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇത് എനിക്കും അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതും ഇത്തിരി പയറുതോരനും ഇത്തിരി ചമ്മന്തിയും ആണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ണാം. വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ഇതിനേക്കാൾ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ പുളിങ്കറി ഉണ്ടാക്കാൻ നമ്മൾ പുളി എടുക്കണം. പുളി വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് കുതിർത്ത് വയ്ക്കണമെങ്കിൽ കുറച്ച് നേരം കുതിർത്ത് വയ്ക്കണം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇരിക്കുന്നതുകൊണ്ട് എളുപ്പം അലിഞ്ഞ് കിട്ടും. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് പുളി പിഴിഞ്ഞെടുക്കണം. ഇത് പുളി നമ്മൾ ടേസ്റ്റ് നോക്കി വേണം ഇത് യൂസ് ചെയ്ത്. ഇപ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കറിയാം ആ കണക്ക്. അപ്പോൾ പുളി ഉപയോഗിക്കുമ്പോൾ പുളി കൂടി പോകാണ്ട് സൂക്ഷിക്കണം. ഇത് നമ്മൾ ഒരു മൺപാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം. കാരണം പുളിയാണ്, അതുകൊണ്ട് നമ്മൾ മൺപാത്രത്തിലേ ഇത് ഉണ്ടാക്കാവുള്ളൂ. 2 ദിവസം വയ്ക്കണമെങ്കിൽ അതിൽ തന്നെ അങ്ങ് വെച്ചേക്കാൻ പറ്റും. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് തിളച്ച് കുറച്ചൊന്ന് വറ്റും. അതുകൊണ്ട് ആ കണക്കിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് പച്ചമുളക് 2 എണ്ണം എരിവിനനുസരിച്ച്, ഒന്ന് മതിയെങ്കിൽ എരിവ് വേണ്ടെങ്കിൽ 1 ഇട്ടാൽ മതി. പച്ചമുളക് ഇങ്ങനെ തന്നെ ഇടണം. ആ പച്ചമുളകും പുളിയും കൂടി തിളയ്ക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു മണം വരുന്നത്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട കഴിക്കും. പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് ആ പച്ചമുളക് ചിലർ വഴറ്റി ചേർക്കും, പക്ഷേ ആ പച്ചമുളകും പുളിയും കൂടെ തിളയ്ക്കുമ്പോൾ ഉള്ള മണം അത് ഒന്ന് വേറെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങളൊക്കെ പയറുതോരനും പൊരിച്ച മീൻ, ചാള മീനൊക്കെ പൊരിച്ചതും പയറുതോരനും ഈ പുളിങ്കറിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കഴിച്ചാലും മതി വരില്ല. ഇത്തിരി തൈരും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ഇതൊരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞു. 10 മിനിറ്റെങ്കിലും തിളയ്ക്കണം, എന്നാലേ ആ ഒരു മണമൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഇടണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു വറ്റൽമുളകും കടുകും പിന്നെ ചെറിയ ഉള്ളി, ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞത് നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ഇതിലിടേണ്ടത്. അതിൻ്റെ മണവും പുളിയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ട് ഉള്ളിയും ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ബാച്ചിലേഴ്സിന് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്. ചോറും തൈരും ഈ പുളിങ്കറിയും മാത്രമായാലും നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ കടുക് വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമുള്ള കറിയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഒരു ശകലം ഇട്ട് കൊടുത്താണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.